പുകയാണ്, മൊത്തം പുക. പാർലമെന്റിനകത്തും പുറത്തും രാജ്യസുരക്ഷയുടെ കാര്യത്തിലും ആകെ മൊത്തം പുകമയം. ആറ് മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞ 2023 മെയ് 28 കൊട്ടും കുരവയുമായി നമ്മുടെ പ്രിയപ്പെട്ട മോദിജി നമ്മുടെ നാടിനു വേണ്ടി പുതിയ പാർലമെന്റ് മന്ദിരം അങ്ങോട്ട് സ്ഥാപിച്ചു. ഹോമവും സർവമത പ്രാർത്ഥനയും ചെങ്കോൽ കൈമാറ്റവും കേട്ട് ഗംഭീരായ ചടങ്ങ് അങ്ങോട്ട് നടന്നു. പുതിയ പാർലമെന്റ് മന്ദിരം കണ്ടിട്ട് എല്ലാവരും രോഞ്ചാമ കഞ്ചുകിതരായില്ലേ. 4 നില വിശാലമായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള്, MP-മാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ലോഞ്ച്, ലൈബ്രറി, സമ്മേളന മുറികൾ, ഡൈനിങ് ഏരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. മോദി സർക്കാരിന്റെ ഒരു കരുത്ത് നമ്മുടെ പാർലമെന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. 970 കോടി രൂപ ചെലവിലാണ് നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കിയത്. അത് പിന്നെ സുരക്ഷയുടെ കാര്യമൊക്കെ നോക്കണ്ടേ, അപ്പൊ കുറച്ച് കാശ് ചെലവായാലും കുഴപ്പമൊന്നുമില്ലെന്നേ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് മക്കളെ മൊയിലാളിമാർ പറഞ്ഞത്. പാർലമെന്റിൽ ലോക്സഭയ്ക്കുള്ളിൽ ഇന്ന് നടന്ന ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ച, അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണിപ്പോൾ. മോദിജി, അമിത്ഷാജി പണിപ്പാളി. പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച എന്ന് സന്ദർശക ഗാലറിയിൽ നിന്നാണ് 2 പേര് സഭാതലത്തേക്ക് ചാടിയത്. അവരുടെ കയ്യിൽ പുകക്കുറ്റി ഉണ്ടായിരുന്നു. എന്തുട്ടിപ്പോ സമാധാനം പറയാ, പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറിയവരുടെ കയ്യിൽ പുകക്കുറ്റി ഉണ്ടായിരുന്നു അത്രേ. മൊത്തം പുക, മുദ്രാവാക്യം വിളി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. രാജ്യസുരക്ഷയുടെ പുതിയ വർഷം. അതെ മോദിജി, നിങ്ങൾ ഇവിടെ എങ്ങാനുണ്ടോ? ഇത് ഹോളി ആഘോഷമല്ല, പാർലമെന്റിലെ പ്രതിഷേധാക്രമണമാണ്. അതും 2001 പാർലമെന്റിൽ ഇതുപോലൊരു പ്രതിഷേധം നടന്നതിന്റെ വാർഷിക ദിനത്തിൽ തന്നെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. നാഴികയ്ക്ക് 40 വട്ടം രാജ്യസ്നേഹം, രാജ്യസുരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് ഈ ട്രാപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈശ്വരൻ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എനിക്ക് 2ാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആ രാജ്യം നിർത്തുന്ന അവർ തോറ്റു. രാജ്യരക്ഷയെ സംബന്ധിച്ചും സുരക്ഷയെ സംബന്ധിച്ചും വാതോരാതെ പ്രസംഗിക്കുന്ന അമിത്ഷായും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അധികം പേരൊന്നും പാർലമെന്റിനകത്തേക്ക് കടന്നില്ലല്ലോ. 2 പേരല്ലേ കടന്നുള്ളൂ. പാർലമെന്റിനകത്ത് കയറിയവരെയും പുറത്തു നിന്ന് പ്രതിഷേധിച്ചവരൊക്കെ പോലീസ് പിടിച്ചില്ലേ? പിടിക്കാനുള്ളവരെയും ഇനി ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ വേഗം തന്നെ പിടിക്കും. ഇതൊക്കെ ആരുടെ കഴിവുകൊണ്ടാണെന്നാണ് വിചാരിച്ചത്? ഈ രാജ്യത്തൊരു ആഭ്യന്തരമന്ത്രി ഉണ്ട് സാർ. ഇവിടത്തെ രാജ്യസുരക്ഷ അങ്ങനെയൊന്നും ആടി ഉലയുകയില്ല സാർ. ആരാണാവോ ആക്രമണം നടത്തിയത്? ഇവരൊക്കെ എങ്ങനെയാണാവോ പാർലമെന്റിന്റെ അകത്തേക്ക് കയറിയത്? ഏതെങ്കിലും രാജ്യദ്രോഹികളായിരിക്കും, അല്ലാണ്ട് ആര്? ഏത് ദുഷ്ടശക്തികളായാലും എല്ലാത്തിനും ശരിയാക്കി തരണ്ട്. മൈസൂരിൽ നിന്നുള്ള BJP MP പ്രതാപ് സിംഹാണ് ഈ അക്രമികൾക്ക് അകത്ത് കയറാൻ പാസ് കൊടുത്തത്. അത് മറ്റേതോ പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വിശേഷിച്ച ഒരു ന്യൂനപക്ഷക്കാരനോ മറ്റോ ആയിരുന്നെങ്കിൽ രാജ്യം മുഴുവൻ തീപിടിക്കുമായിരുന്നു. RSS എങ്ങനെയെല്ലാം ഉപയോഗിക്കുമായിരുന്നു ഈ പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞിട്ടും സഭാ സമ്മേളനം സാധാരണ പോലെ നടത്താനാണ് അവർ ശ്രമിച്ചത്. അതിനെ ഗൗരവം കുറച്ച് കണ്ട് സാധാരണ ഒരു സംഭവം പോലെ അതിനെ കണക്കാക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. മുസ്ലിം നാമധാരിയോ ന്യൂനപക്ഷത്ത് നിന്നുള്ളവരോ ഒന്നും അല്ലല്ലോ ഇത് ചെയ്തത്. അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? രാജ്യസുരക്ഷ പറഞ്ഞ് കത്തിക്കേറി വരുമ്പോൾ ഇങ്ങനെ റണ്ണൗട്ട് ആവണത് എന്തൊരു കഷ്ടമാണ്. പാവമ്മയുടെ മോദിജി പണ്ടത്തെ പാർലമെന്റ് ആക്രമണത്തിൽ രക്തസാക്ഷികളായവരെ അനുസ്മരിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കണം. നമ്മുടെ കണ്ണ് നിറയും. രാജ്യസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് ഇങ്ങനെ നിറയും. അന്ന് സംഭവിച്ചത് ഒരു കെട്ടിടത്തിന് നേരെയുള്ളതല്ല, ജനാധിപത്യത്തിന്റെ മാതാവിനും ഇന്ത്യയുടെ ആത്മാവിനും നേരെയുള്ള ആക്രമണമായിരുന്നു അത്. പറഞ്ഞ് നാവും കെട്ടെടുത്തുള്ളൂ. ചരിത്രം കുറിച്ച് അടുത്ത ആക്രമണം.
പാർലമെൻറ്റ് സുരക്ഷിതമല്ല. ഈ മഹാമന്ദിരം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ആയിരക്കണക്കിന് കോടി വാരിക്കുരി ചിലവഴിച്ചത്. ഇതാണ് മഹാമന്ദിരമായിട്ട് കൊട്ടിഘോഷിച്ചത്. ഇതാണ് പാർലമെൻറ്റിൻ്റെ ഡെമോക്രസിയുടെ അമ്മയെന്ന് വാഴ്ത്തപ്പെട്ട രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്. ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം ഉണ്ടായിരിക്കാം, പക്ഷേ ഇവിടെ സുരക്ഷിതത്വം ഇല്ല. ഒക്കെ പോട്ടെ, പാർലമെന്റ് മന്ദിരം ആക്രമിക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദി കഴിഞ്ഞ ദിവസമല്ലേ ഭീഷണി മുഴക്കിയത്. എന്നിട്ടും വേണ്ടത്ര മുൻകരുതൽ എടുക്കാൻ പറ്റിയില്ലല്ലോ മോദിജി. എന്താ ചെയ്യുക? ഒക്കെ സമയദോഷം, അല്ലാണ്ട് എന്ത് പറയാനാ. പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ അന്ന് നടത്തിയ പോലെ വീണ്ടും ഒരു സർവ്വമത പ്രാർത്ഥന അങ്ങോട്ട് നടത്തിയാലോ എല്ലാ ദോഷങ്ങളും അകലെന്നാണ് തോന്നുന്നത്. ആ വഴി നമുക്കൊന്ന് നോക്കാം മോദിജി. കഴിക്കുമോനെ, നല്ല ക്ഷീണം കാണും. ഇതെങ്ങാനും ഒരു പ്രതിപക്ഷ MP ആയിരുന്നെങ്കിൽ, നിർഭാഗ്യവശാൽ ആ പ്രതിപക്ഷ MPയുടെ പേര് ഒരു മുസ്ലിം പേരായിരുന്നെങ്കിൽ ഈ രാജ്യം കത്തിയാനെ. എന്നിട്ടും കുലുങ്ങാത്തൊരു പാർട്ടിയാണ് BJP. ഈ സംഭവത്തിൻ്റെ ആദ്യത്തെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണക്കാർ BJP ആണ്. ഉത്തരം പറഞ്ഞേ തീരൂ BJP. ഉത്തരം പറയും ഈ നാടിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ വലുതായി കാണുന്നവരെല്ലാം സമരരംഗത്തുണ്ടാകും. അതിൽ CPIയും മുൻപന്തിയിലുണ്ടാകും. എന്തൊക്കെയായിരുന്നു. രാജ്യം സുരക്ഷിതം, രാജ്യം മോദിജിയുടെ കയ്യിൽ, രാജ്യസുരക്ഷ മുഖ്യമ്പിക്കില്. എന്നിട്ട് എന്തായി? ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ. ഏതാക്രമിക്കും സിമ്പിളായി അപായവസ്തു ഒളിപ്പിച്ചു വെച്ച് പാർലമെന്റിന്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നായില്ലേ ഇപ്പൊ നാട്ടുവർത്താനം. എന്നാലും മോദിജിക്ക് ഗതി വന്നല്ലോ. ഒക്കെ പോട്ടെ, അക്രമി കയറിയതാണെങ്കിലേ BJP MPയുടെ പാസിലും ഓരോരോ അവസ്ഥ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. ഇന്നേ ദിനത്തിൽ ഇവിടെ ഒരു ആക്രമണം ചെയ്യുമെന്ന് ആരോ മുന്നറിയിപ്പ് കൊടുത്തില്ലേ? ആരാ? ലോകത്തിൽ അറിയപ്പെടുന്ന ഖലിസ്ഥാൻ ഭീകരവാദികൾ. എന്നിട്ട് പോലും ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇത്. 3ഓ 4ഓ ഘട്ടം കടന്നാലേ ഒരു വിസിറ്റർക്ക് അകത്ത് കയറാൻ പറ്റും. അത്രയും സുരക്ഷിതമാണെന്ന് പറയുന്നു ഇവിടെ. റീച്ചയ്ക്ക് പോലും കിടക്കാനാകാതെ എല്ലാം അടച്ചു കെട്ടിയ സ്ഥലം, മുൻ MPമാർക്ക് പോലും വിലക്കുള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്യാൻ അവസരമുണ്ടാക്കുന്നു. ഈ ബിൽഡിങ്ങിന് വേണ്ടി മുടക്കിയ പണം എന്തിനു വേണ്ടിയാണ്? ഇതിനുവേണ്ടിയാണ് പണം മുടക്കിയത്. ഇവിടെ വലിയൊരു കോട്ട കെട്ടിയൊരു കാര്യമില്ല. ആ കോട്ടയ്ക്കുള്ളിൽ ജനാധിപത്യം ഭദ്രമാണോ? അതാണ് ചോദ്യം. ആ കോട്ടയ്ക്കുള്ളിൽ MPമാർക്ക് സുരക്ഷിതത്വമുണ്ടോ? അതാണ് ചോദ്യം. അത് പിന്നെ ആക്രമണത്തിൽ വേറെ അനിഷ്ട സംഭവം ഒന്നും നടന്നില്ലല്ലോ. നമുക്ക് അതോർത്ത് സമാധാനിച്ചൂടെ? മാത്രല്ല, പ്രതിഷേധാക്രമണമായിട്ട് വന്നൊരു കളർ സ്മോക്ക് അല്ലേ കൊണ്ടുവന്നത്, അല്ലാണ്ട് വിഷവാതകമൊന്നല്ലല്ലോ. ഇനിയിപ്പം അങ്ങനെ പറഞ്ഞു പിടിച്ചേക്ക. പിന്നെ ഏകാധിപത്യം നടക്കില്ല എന്നാണ് കേട്ടോ അവര് മുദ്രാവാക്യം വിളിച്ചത്. ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എല്ലാവർക്കും കയറി പോകാനുള്ളത് ഒരേ ഒരു വഴിയാണ്. പാർലമെൻറ്റ് മെമ്പർമാർ, ഉദ്യോഗസ്ഥന്മാർ, സന്ദർശകർ. രാവിലെ ഞങ്ങൾ വന്നാൽ ഒന്ന് സമാധാനപരമായി അതിനുള്ളിലേക്ക് കയറാൻ പോലും പറ്റില്ല. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സുരക്ഷിതമായ കവാടം വേറെയുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു മഹാസമ്മേളനത്തിൽ ചെന്ന് തിരക്ക് പിടിച്ച് വഴിയുണ്ടാക്കുന്ന പോലെ പോകുന്ന അവസ്ഥയാണ്. ഇതാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ അവസ്ഥ. അത് നിങ്ങൾ പറയരുത് കേട്ടോ സഖാവേ. നിങ്ങളെ പോലെയാണോ നമ്മുടെ മോദിജി, അമിത്ഷാജിയൊക്കെ? അവരൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായി മനുഷ്യന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ. ന്യൂനപക്ഷത്തിനൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തി പ്രവർത്തിക്കുന്നവരല്ലേ അവർക്ക് പോവാൻ സെപ്പറേറ്റ് ഒരു ഡോറക്കാവാം. രാജാവിനെന്ത് ക്യൂ വഴിയൊരുക്കടാ. ഉത്തരവ്. അപ്പോൾ സർക്കാർ ഈ BJP ഗവൺമെൻറ്റിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഇലക്ഷൻ കാലത്ത് ഉപയോഗിക്കാനുള്ള ദേശീയതയുടെ പുകമുറ മാത്രമാണ്. സത്യത്തിൽ സർക്കാരിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അലംഭാവവും പാളിച്ചയും കൃത്യവിലോപവും കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ സംഭവമായിരുന്നു ഇന്നലത്തെ. എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം കിട്ടണം. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഗവൺമെൻറ് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം എന്ത് നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്? ഇതൊക്കെ രാജ്യം അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. പാർലമെന്റിൽ വൻ സുരക്ഷാ വീഴ്ച എന്നുള്ള കാര്യം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ പാർലമെന്റിന് പുറത്ത് മറ്റൊരു സംഭവം നടന്നു. അവിടുത്തെ മാധ്യമപ്രവർത്തകർ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പൊ ദാണ്ട കൂട്ടത്തിൽ ഒരാൾക്ക് പ്രതിഷേധിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കാനിസ്റ്റർ കിട്ടി. പിന്നെ അതിനുവേണ്ടി അതിലെ പിടിവലി. അവിടെ പ്രതിഷേധം, ഇവിടെ പിടിവലി. അവിടെ മുദ്രാവാക്യം, ഇവിടെ തട്ടിപ്പറക്കല്. നല്ല രസമായിരുന്നു. എന്തായാലും രാജ്യസുരക്ഷ തന്റെ കയ്യിൽ ഭദ്രാണെന്ന് പറഞ്ഞു നടക്കണം മോദിജിക്കും അമിത്ഷാജിക്കും നല്ല ക്ഷീണായിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എന്തൊക്കെ ചെയ്തു ഇവിടെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി, ഇത് കുറച്ച് കൂടിപ്പോയിട്ടാ.
അറിയാലോ, ചെങ്കോല് കയ്യിലുള്ള ചാണക്യന്മാരാണ്. ഇതല്ലെങ്കിൽ അടുത്തത്. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാടോ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.